കമലി, കൂടുതൽ സംവിധാനങ്ങളുടെ തിരച്ചിൽ വേണം എന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. നാളെയൊക്കെ മുണ്ടക്കയിലേക്ക് പൂർണ്ണമായും എത്താനും തിരച്ചിൽ നടത്താനുമൊക്കെ സാധിക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. നാളെ ഈ പാലം പൂർത്തിയാകുന്നതോടുകൂടി നമുക്കത് സാധ്യമാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കമലി, ഇന്ന് രാവിലെ മുതൽ തന്നെ പോലും കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ മുതൽ ഇങ്ങോട്ട് കണ്ടെത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം പോലും നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് നാളെ ഏറ്റവും കൂടുതൽ ആളുകൾ പോകേണ്ടതും തിരച്ചിൽ നടത്തേണ്ടതും? മാധു, നമ്മൾ ഈ മുണ്ടക്കൈയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചൂരൽമലയിലെ താമസക്കാരനായ നിഷാദ് പറയുന്നത് കേട്ടില്ലേ? നമ്മൾ അവിടെ ഇനിയും ആ നിഷാദിനെ അറിയാവുന്ന 5-6 പേരെ അവിടെ അവരുടെ ബോഡി അവിടെ ഉണ്ടെന്ന് നിഷാദ് തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ചൂരൽമലയിൽ തന്നെ ഇനിയും ഒരുപാട് പേരെ കണ്ടെടുക്കാനുണ്ട്. അതിന് പുറമെയാണ് ഈ മുണ്ടക്കൈയിലെ കാര്യങ്ങൾ. മുണ്ടക്കൈ ടൗണിൽ മാത്രമാണ് ഇന്ന് കാര്യമായ തിരച്ചിൽ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുകളിലേക്ക് പോകാനുണ്ട്. പുഞ്ചിരിമട്ടം ഭാഗത്ത് ഒക്കെ താമസക്കാർ അവിടെ നിന്ന് ആളുകളെ മാറ്റിയിരുന്നു തലേന്ന് തന്നെ. പക്ഷേ എങ്കിലും കുറച്ചു പേരൊക്കെ ഞങ്ങളിന്ന് അത് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തലേന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 3-4 പേരൊക്കെ ഉണ്ട്. അവരെവിടെയാണോ എന്ന് ഞങ്ങളിന്ന് പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു മാറ്റിയിട്ടുണ്ടെങ്കിലും. അതുപോലെ ഈ മുണ്ടക്കൈ ആ പട്ടണത്തിൽ നിന്ന്, അങ്ങാടിയിൽ നിന്ന് വിട്ട് ഉള്ള ജനവാസ മേഖലകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഈ വില്ലേജ് ഓഫീസ് പരിസരത്ത് ഇനിയും ഒരുപാട് തിരയാനുണ്ടെന്ന് നേരത്തെ മാർഷൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ ചൂരൽമല ടൗണിൻ്റെ പിൻവശം, എനിക്ക് തോന്നുന്നു നിഷാദ് പറഞ്ഞത് ഈ വെള്ളാർമല ഹൈസ്കൂളിൻ്റെ ആ റോഡ്, നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും ഒക്കെയാണ് കാണിച്ചത്. ആ ഹൈസ്കൂളിലേക്ക്, കെട്ടിടത്തിലേക്ക് മരങ്ങളും പാറക്കല്ലുകളൊക്കെ വന്ന് ഇടിച്ചു നിൽക്കുന്ന അവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ തുടങ്ങിയത്. ആ ഭാഗത്താണ് ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് ചൂരൽമലയിൽ. ആ ഭാഗത്തിൻ്റെ തുടക്കമാണെന്ന് തോന്നുന്നു നിഷാദ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തൊക്കെ ഇനിയും ഒരുപാട് തിരയാനുണ്ട്. ആ റോഡ്, ആ പുഴയോരത്തുകൂടെ, ഹൈസ്കൂളിന് പുഴ കഴിഞ്ഞ് ഹൈസ്കൂളും കഴിഞ്ഞാണ് ആ റോഡ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ റോഡിനും അപ്പുറത്തുള്ള വീടുകളെയാണ് ഈ ഒഴുക്കി കൊണ്ടുപോയത്. അപ്പോൾ ആ റോഡ് അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് ഒരുപാട് വീടുകളുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ ആദ്യം ആ ദൃശ്യങ്ങളൊക്കെയാണ് കാണിച്ചിരുന്നത്. ആ വീടുകളിലൊക്കെ ഇനിയും തെരച്ചിൽ നടത്തേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് തലയിൽ കൈവച്ച ഒരാൾ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഈ 10 വീടുകൾ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ 10-200 വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള മനുഷ്യരൊന്നും എവിടെയാണ് എന്ന് അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ഞങ്ങൾ ഇതൊക്കെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ളവരാണ്, പേരെടുത്ത് പറയാൻ കഴിയുന്നവരാണ്. പക്ഷെ അവരെ ഒന്നും ഇപ്പോൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല, 225 പേരെ പറ്റി യാതൊരുവിധ വിവരവുമില്ല എന്നുള്ളതൊക്കെ അവർക്ക് നമുക്ക് എല്ലാവർക്കും വലിയ ആശങ്കയും പേടിയും ഒക്കെയായി നിലനിൽക്കുന്ന കാര്യങ്ങളാണ്.